ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് ബട്ടർ പുഡിങ്ങാണ്. ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം 1 ലിറ്റർ പാലൊന്ന് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ചിട്ട് നമുക്ക് വേറൊരു അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ വേറൊരു അടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാലും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടറാണ്. ഇതിപ്പോൾ 200 ഗ്രാം ബട്ടറാണ് കേട്ടോ ഉള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ്. നമുക്ക് 200 ഗ്രാം വേണ്ട, ഒരു 150 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ട് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 150 ഗ്രാം ബട്ടറാണ് ഈ ഒരളവിൽ വേണ്ടത്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചൈന ഗ്രാസ് നോക്കാം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മിൽക്ക് മെയ്ഡാണ്. 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. 400 ഗ്രാമിൻ്റെ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. കണക്ക് അത്രയും ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിലൊരു ഇച്ചിരി കുറവുണ്ടായിന്, അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. 400 ഗ്രാമൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഈ ഒരളവിൽ. അപ്പോൾ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി എടുത്താൽ മതി. ഒരു പാക്കറ്റ് പാലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ്, 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് അങ്ങനെയൊക്കെ ചേർത്താൽ മതി. ഇനി വേണ്ടത് ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ഇച്ചിരി പാലിൽ ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഒരു സമയത്തൊക്കെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് കൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് 2 രീതിയിൽ ബ്രെഡ് ഇതുപോലെ ഇതിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലും അതുപോലെ ബ്രെഡിൻ്റെ ഈ ഒരു പീസും പിന്നെ കസ്റ്റാർഡ് പൗഡർ എല്ലാം കൂടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് പിന്നീട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്തായാലും ബ്രെഡൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. ഇനി നമ്മളിതിലോട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡറിലിട്ടിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പാലല്ല, നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ നിന്ന് തന്നെ വേണം പാലെടുക്കാനായിട്ട്. കുറച്ച് പാൽ ബാക്കി വെച്ചിട്ട് മൊത്തത്തിൽ ചേർക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറേശ്ശെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചൂടോടെ ഇട്ട് കൊടുക്കുമ്പോൾ ബ്ലെൻഡറിൻ്റെ മൂടി ഓപ്പൺ ആയിട്ടെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലോട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മീഡിയം ഇതുപോലുള്ള ട്രെയിൽ നിങ്ങൾക്ക് 2 ട്രേ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ബൗളിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊരു ഇതുപോലുള്ള ട്രെയിൽ നിങ്ങൾക്ക് 2 ട്രേ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കാണിച്ച അളവിൽ.
ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ, ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. താഴത്തെ തട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബ്രെഡ് ബട്ടർ പുഡിങ്ങാണ്, ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്